അതിന് സ്വീകരിച്ചതിന് ഇവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും എൻ്റെ പേരിലും ഷെല്ലിയുടെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. സിനിമ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കാണാത്ത എനിക്ക് വളരെ അടുത്തുള്ള ചില ചോട്ടാസുണ്ട് ഇവിടെ, അവരൊക്കെ പ്രത്യേകം പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ടവർ ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു 1-on-1 എന്നുള്ളതിനപ്പുറം കൂട്ടായ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോ വെൽക്കമിങ് ദ ക്വസ്റ്റ്യൻസ്. എന്താണെങ്കിലും നമുക്കത് സംസാരിക്കാം, ചോദിക്കാം, പറയാം. ആരെ വിളിച്ച എന്തോ എടുത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അത് തടുക്കാനായിട്ടുള്ള ത്രാണി എനിക്കില്ല. അതിൻ്റെ വ്യക്തതയുള്ള ആളോട് കൊടുക്കുകയാണ്. കമോൺ ഷാഹി. തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നതാണ്, നമ്മൾ സിനിമയിൽ സക്സസ് ആയെന്നറിയുന്നത് ഒരു കോപ്പ ഗ്ലാസ്സിൽ മൂടിയ രീതിയിൽ ഒരു ചായ കിട്ടുമ്പോഴാണ് നമ്മൾ സിനിമയിൽ വിജയിച്ചതെന്ന് നമ്മളുടെ മുന്നേ ഉള്ള ആൾക്കാർ പറഞ്ഞു. എന്തോ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊന്നും അല്ലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായത് തൊണ്ടിമുതലായതുകൊണ്ട് എനിക്ക് അവിടുത്തെ പ്രശ്നം ഉണ്ടായില്ല. ചിലപ്പോൾ പോലീസ് ആയതുകൊണ്ടാവാം. കോപ്പ ക്ലാസ്സിൽ ചായ കിട്ടുമെന്ന് പറയുന്നതാണ് സിനിമയിലൊരു പ്രിവിലേജ് ആയിട്ടല്ലേ നമ്മൾ സിനിമയിൽ എന്തോ ആയി എന്നൊക്കെ ഒരു വിശ്വാസം ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ചാക്കോച്ച, ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രേക്ഷകന് ഒരു ശരിക്കും എൻ്റെ തുടക്കം തന്നെ ഒരു ട്രാൻസ് മോഡിലൂടെ ഇങ്ങനെ പ്രേക്ഷകനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഇതൊരു സ്ലോ പേസിലൂടെ പതിയെ ഒരാളെ ഇങ്ങനെ മയക്കി കൊണ്ടുവന്ന് ആ ഒരു ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നീടാണ് കഥാപാത്രം എങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് ട്രാവൽ ജേണിയാണ്. അയാളുടെ കുഴപ്പമാണോ, അയാളുടെ അംബീഷൻ്റെ ഇതാണോ, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്, എല്ലാവരും നെഗറ്റീവ് പറയുമ്പോഴും അതിനെതിരെ അതിന് മുമ്പിൽ ഇങ്ങനെ ഓടുക എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഒരു ആർക്കുണ്ട്. ഇത് കേട്ട സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് ഈ ആർക്ക് എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല, ഇതെനിക്കിത് പയറ്റി നോക്കണം വിചാരിച്ചിരുന്ന കഥാപാത്രമാണ് എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനു മുമ്പ് ഷാഹിയുമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 2 പോലീസ് കഥാപാത്രങ്ങളും 2 സിനിമകളും വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ ഉന്മാദവും ഷെല്ലിയും മാറ്റി നിർത്താം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള ശ്രമത്തിൻ്റെ ഉത്തരമാണ് ഉന്മാദം എന്നുള്ളത്. സാധാരണ ഒരു പോലീസ് കഥയ്ക്ക് പറ്റിയ പേരാണ് ഉന്മാദം എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. സാധാരണ നമ്മളൊരു ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ നായാട്ടം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഫീൽ തരുന്ന ഒരു പേരാണ്. പക്ഷെ ഉന്മാദം ആ കാര്യത്തിൽ കുറച്ച് വേറിട്ട് നിൽക്കുന്നൊരു ടൈറ്റിലുമാണ്, സിനിമയുമാണ്. അതിലെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഷെല്ലിയുടെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ഷാഹിയുടെ തന്നെ യഥാർത്ഥ ജീവിതത്തിലുള്ള കുറേ ഇൻസിഡൻസ്, പുള്ളിക്ക് അനുഭവമുള്ള പരിചയമുള്ള ആൾക്കാർ, പരിചയമുള്ള പരിസരങ്ങൾ, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷെല്ലിയുടെ യാത്രകൾ, ഈ പറയുന്ന പോലെ പുള്ളിയുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, മുമ്പോട്ടുള്ള യാത്രകൾ, ഇപ്പം പുള്ളിയുടെ ഒരു തുടക്കത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ പുള്ളിയുടെ കുടുംബജീവിതത്തിൽ കുറച്ചുകൂടെ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഭാര്യയാണ്. അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും പുള്ളിയെ പല കാര്യങ്ങളിലും പിന്നോട്ട് വലിക്കാറുണ്ട്. ഇപ്പോൾ സിനിമയുടെ കാര്യം പുള്ളി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയുകയും അത് മാറ്റി നിർത്താൻ പറയുകയൊക്കെ ചെയ്യുകയോ, അല്ലെങ്കിൽ പുള്ളി ഒരു പുതിയ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ഫയലിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അത് തുടരുത് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും പുള്ളിയുടെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അത് വേറൊരു പെർസ്പെക്റ്റീവാണ്. കാരണം എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ചടികളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പാഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വിജയിക്കും എന്നത് വേറൊരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നൊരു കഥയും കൂടിയാണ് ഇതിൽ ഉന്മാദവും അല്ലെങ്കിൽ ഷെല്ലി എന്നുള്ള കഥാപാത്രവും. അപ്പോൾ ആ രീതിയിൽ അത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന സിനിമയുമാണ്, കഥാപാത്രവുമാണ്. ഇത് ഷാഹി സാറ് കഥ പറയാൻ വരുമ്പോൾ തന്നെ മൈൻഡിലുണ്ടായിരുന്നോ പോലീസ് കഥാപാത്രമായിരിക്കും എന്നിങ്ങനെ ഒരു മൈൻഡിലുണ്ടോ? കാരണം 2 പടങ്ങളും പോലീസ് കഥാപാത്രമായിരുന്നു, 3ാമത് വരുമ്പോഴും ഇത് പോലീസ് തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെ? ഇല്ല, ഷാഹി കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ പറഞ്ഞ പോലെ പോലീസ് തന്നെയാണ് അതിൻ്റെ മെയിൻ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്.
പക്ഷെ അതിൽ നിന്നും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളത് അതിൻ്റെ ഒരു ശ്രമമാണ്. ഇപ്പം ഈ ചോദ്യം തന്നെ അതിൻ്റെ ഒരു ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ചോദിക്കപ്പെടുക എന്നുള്ളത് ഒരു പോലീസ് കഥയ്ക്ക്, അല്ലെങ്കിൽ ഷാഹിയും ഞാനും കൂടെ വീണ്ടും ഒന്നും ചേരുന്ന മൂന്നാമത്തെ സിനിമയിലേക്ക് ആ ഒരു ചോദ്യം വരുന്നത് തന്നെ ഒരു വ്യത്യസ്തത ആ സിനിമയ്ക്ക് അവകാശപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഇവിടെ ഈ ശരിക്കും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേ ഈ നമ്മുടെ തോട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ശരിക്കും സിനിമയ്ക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആളുകൾ ചിന്തിക്കുക എന്നുള്ള രീതിയിലേക്കാണ് സിനിമ എൻഡ് ആവുന്നതും അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരം ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുമെന്ന് തോട്ടുണ്ടായിരുന്നു ശരിക്കും സിനിമ ചെയ്യുമ്പോൾ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിരന്തരം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും, പോസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോഴും, ഈവൻ ഡബ്ബിങ്ങും ഷൂട്ട് പാക്കപ്പ് റാപ്പും ഡബ്ബിങ്ങും കഴിഞ്ഞിട്ട് പോലും നമ്മളത് വേറൊരു രീതിയിൽ അതിന് ഒരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു എൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള റീഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റീഷൂട്ടല്ല, ശരിക്കും എക്സ്റ്റെൻഡ് ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സാധാരണ പ്രേക്ഷക എനിക്ക് അയച്ചൊരു മെസ്സേജ് അത് റിവീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതിൽ അത് പക്ഷേ പറഞ്ഞാൽ സ്പോയിലറായി പോകും. കാരണം അതെന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ആ ഒരു സാധാരണ പ്രേക്ഷകയ്ക്ക് മനസ്സിലായത്. ആ രീതിയിൽ തന്നെയാണ് അത് പുള്ളിക്കാരിക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതൊരു സാധാരണ ആൾക്കാർക്ക് പോലും, സാധാരണ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തെളിവ്. ഒരു റിസ്ക് ടേക്കിംഗ് ആയിരുന്നു. പക്ഷേ റിസ്ക് എടുത്തില്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കാര്യം. ഷായ്ക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഇപ്പോൾ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന സിനിമകൾ കുറച്ചുകൂടെ ഒരു നോർമൽ എൻഡിങ് കൈൻഡ് ഓഫ് ഇതാണ്, ഇത് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവില്ല എന്നുള്ളൊരു തോട്ട്? അല്ല, ഈ സിനിമയെ ഈ പറയുന്ന കണക്ക് നമുക്ക് സിനിമയെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ല എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഉന്മാദം എന്ന് ഇടുന്ന പേര് തന്നെ ക്ലിയർലി ഇതൊരു പോലീസ് പ്രൊസീജിയറൽ ഇൻവെസ്റ്റിഗേഷൻ കുറ്റാന്വേഷണ സിനിമയല്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അത് ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പേര് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഉന്മാദം എന്ന് പറഞ്ഞ് NP സജേഷും വേറെ ആളും കൂടെ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നാണ് ഈ പേര് ഓപ്റ്റ് ചെയ്തത്. അതിൻ്റെ തന്നെ പ്രധാന കാരണം ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, സാഹിത്യകാരന്മാർ, പോയിറ്റ്സ്, ഇങ്ങനെയുള്ളവർ അവരുടെ ഭ്രാന്തിനെ കുറിച്ചായിരുന്നു ആ പുസ്തകം. സോഫാർ ഇത് എനിക്ക് തോന്നുന്നു, ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഓക്കെ അത് അവരുടെ വെർഷനാണ്, നമുക്കിത് പറയാം. ഇത് ആക്ച്വലി ഒരു എഴുത്തുകാരൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടൊരു അതാണ് ഈ സിനിമ. ആക്ച്വലി അതൊരു പോലീസ് സ്റ്റേജിൽ വന്നപ്പോൾ ഒരു ഭയങ്കര ഹൈ എൻഡ് കുറ്റാന്വേഷണമോ, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മുടെ ഹൊറർ എന്നൊക്കെ ഫീൽ ചെയ്തതല്ല. നമ്മളതൊരു കുറ്റാന്വേഷണ സിനിമയായിട്ടല്ല കണ്ടത്, കുറച്ചൊരു സൈക്കോളജിക്കൽ പടമായിട്ടാണ് കണ്ടത്. പിന്നെ എന്താ പറയുക, ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നതിന് എനിക്ക് തോന്നുന്നു ജോസഫ് ഇറങ്ങിയ ശേഷമാണ് ഇങ്ങനൊരു സിനിമ ചിന്തിക്കുന്നത്. എഴുത്തുകാരനും അയാൾ എഴുതുന്ന കഥയും രണ്ടാണ്. അതിനൊരു റിയാലിറ്റി ഇല്ല, ഭയങ്കര ഫിക്ഷണലൈസ്ഡാണത് എന്ന് പറയേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചത് റിയലാണ്. ആൾക്കാരെ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് തലച്ചോറ് തല്ലിപ്പൊട്ടിച്ച് ബ്രെയിൻ ഡെഡാക്കി ഓർഗൻ എടുക്കാമെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഇതൊരു ചായക്കടയിൽ വെച്ച് ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് രസം. വയനാടൊരു ചായക്കടയിൽ ഇരിക്കാൻ നേരം ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ രണ്ടുപേരും പറയാണ് അത് റിയലാണ്. കാരണം അതൊരു എഴുതിയത് പോലീസുകാരനല്ലേ, ഞാനാണ് അടുത്തിരിക്കുന്നത്, ഇത് ഫേക്കാണെന്ന് അറിയാവുന്ന ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നപ്പം എഴുത്തുകാരനും കഥയും രണ്ടാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആക്ച്വലി ഉന്മാദം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. ശരിക്കും ഈ സ്ക്രിപ്റ്റ്, സ്റ്റോറി, പോലീസ് എല്ലാം കൂടെ ഷായ്ക്കൊക്കെ ആയിട്ട് ഭയങ്കര ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ. ശരിക്കും ഈ ഫസ്റ്റ് ഹാഫിൽ കുറേയൊക്കെ റിയൽ ലൈഫ് സംഭവങ്ങളുണ്ടാവും. എല്ലാ സിനിമയിലും കുറച്ചൊക്കെ ഒരു എഴുത്തുകാരനുണ്ടാവും, എല്ലാം ആണെന്നല്ല അതിൻ്റെ അർത്ഥം. ഷാഹി സാർ, പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴേക്കും സിനിമാക്കാരുടെ ഒരു ഇത് വേഷം പറയുന്നുണ്ട്. അതായത് നായകൻ പറയാൻ പറ്റത്തില്ല, സ്പോയിലർ ആവുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. അതായത് നാട്ടുകാർ കാണുന്നതിനേക്കാണ് സിനിമാക്കാരെ വീട്ടുകാരും കാണുന്നതെന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, അത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഡയലോഗാണ്. അല്ല, സംശയമുണ്ടോ ഡയറക്ടർ? ഒരു സംശയമില്ല. ശരിക്കും അത് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. സിനിമ എന്ന് സ്വപ്നം കണ്ട് ഇറങ്ങിത്തിരിക്കുന്ന, ഒരുപാട് ഡ്രീം കണ്ട് ഇറങ്ങിത്തിരിക്കും, പക്ഷേ സക്സസ് ആവുന്നത് വളരെ കുറവാണ്. സക്സസ് ആയവരുടെ അവസ്ഥ എന്താണെന്നുള്ള അവർക്ക് അറിയത്തുള്ളൂ, എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പുറമേ നോക്കുന്നവർ എത്രത്തോളം ജഡ്ജ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ഇപ്പോൾ താങ്കൾ ഇപ്പോൾ റൈറ്ററാണ്, നോൺ റൈറ്റർ ആണല്ലോ, ഇപ്പോഴും അത് ഫേസ് ചെയ്യുന്നുണ്ടോ?
തീർച്ചയായിട്ടും ആൾക്കാരുടെ കാഴ്ചപ്പാട് ഭയങ്കര ഡിഫറെൻ്റ്. നമ്മൾ എത്ര സ്ട്രെസ്സിലൂടെയാണ് എത്ര പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മൾ എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇപ്പം ഓക്കെ, ഇപ്പോൾ ചാക്കോച്ചനെ കണക്ക് ഒരാൾ വർഷത്തിൽ എത്ര ദിവസമായിരിക്കും കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡ്. ഒരു ഗൾഫുകാരനേക്കാളും കുറച്ചായിരിക്കും. ഗൾഫിലുള്ളവർക്ക് 2 മാസമെങ്കിലും ലീവ് കിട്ടും. നമ്മൾ ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ഫാമിലിയായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇല്ല ലിജോമോൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഏറെക്കുറെ ഫാമിലിയായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൊഫഷനെ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. ആണോ ചാക്കോച്ച? നമ്മൾ പിന്നെ കിട്ടുന്ന ഫാമിലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു അങ്ങനെയല്ല. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ നാൾ ഫാമിലിയുടെ കൂടെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി തന്നെ ചോദിക്കാൻ തുടങ്ങി പണിക്ക് പോകുന്നില്ലേ എന്ന്. ഈ ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. പലരും സിനിമയിലേക്ക് വരുന്ന ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ആയിട്ടാണ്. അതിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് വിജയിക്കുന്നത്. കുറേ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ സ്ട്രഗിൾ ചെയ്തിട്ട് പോലും വിജയിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അത്രയും ഒരു സക്സസ് എൻ്റെ ഫാദറിന് കിട്ടിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അപ്പൻ അപ്പന് സിനിമയിൽ നിന്ന് ലഭിച്ച കുറച്ച് ദുരനുഭവങ്ങൾ എൻ്റെ ഫാമിലി എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല ഞാൻ. പക്ഷേ വീണ്ടും സിനിമയിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു അപ്പൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാത്രയായിരിക്കാം ഞാനിപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു റെക്കഗ്നിഷനും ഒരു അംഗീകാരവും ഈ സ്നേഹവും എല്ലാം, സിനിമ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ജനറേഷൻ ചേഞ്ചിലും ചിലപ്പോൾ ആ ഒരു കാര്യം സംഭവിച്ചേക്കാം. തനിക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗ്യം ലഭിച്ചേക്കാം. അപ്പം അങ്ങനെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി സ്ട്രെയിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിജയമുണ്ടാവും. അത് അൾട്ടിമേറ്റ്ലി അവിടം വരെ പോകാനുള്ള ക്ഷമയും ഒരു ധൈര്യവും കൂടെ വേണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ രീതിയിൽ ഈ ഉന്മാദത്തിലെ ഷെല്ലിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പോലും നോക്കുകയാണെങ്കിൽ പലരും വലിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുമ്പോഴും ഷെല്ലി എന്ന വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനപ്പുറം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഷെല്ലി എന്ന കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു പരിണാമം, ഒരു യാത്ര ആണ് ശരിക്കും ഉന്മാദം. ഒരു കോപ്പ് മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സിനപ്പുറം കുറച്ചും കൂടി മാനുഷികമായിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രവും കഥാപരിസരവുമാണ് ഷെല്ലിയും ഉന്മാദവും. ലിജോമോൾ, ഹായ്. അപ്പം ഇതിലെ കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും പ്രഷറിൽ ജീവിക്കുന്ന ഒരു 2 കുട്ടികളും ഭർത്താവും, ഉഴപ്പനായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ എന്തിൻ്റെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിലുള്ളൊരു വൈഫ് ഉണ്ടാകുന്നൊരു അതേ സൗണ്ട് റൈസ് ചെയ്യുമ്പോഴും ആ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്തും ഒക്കെ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പം താങ്കൾ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാലും അതേപോലത്തെ സിമിലാരിറ്റി ഒരേപോലെ എന്നല്ല, ഒരേ സാഡ് ഫേസ് ഉള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റാർ എന്നൊരു പേരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ അത് മീറ്റർ നോക്കണം തോന്നാറുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഉന്മാദത്തിൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസിൽ കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ കുറേ അധികം ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഇതൊന്നും ഒന്നിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സും അല്ല. ഇപ്പം ഞാൻ ഉന്മാദത്തിൽ ചെയ്തിരിക്കുന്ന, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല ബേബി ഗേളിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ പൊന്മാനിലെ ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഈ പറയുന്ന ഇമോഷൻസ് അവർ അങ്ങനത്തെ ഇമോഷൻസിൽ കൂടെ കടന്നു പോകാനുള്ള കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത്, എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കും തോന്നിയ ഒരു കാര്യം, ഈ സിനിമകളിലൊക്കെയും ചിരി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് വളരെ കുറവാണ്. അപ്പം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. പക്ഷേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും എപ്പോഴും പറയാറുണ്ട്, എനിക്കും ലൈറ്റർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലൈറ്റർ സിനിമകളുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു വിയോജിപ്പ് ഈ ഒരു സിനിമയിലുള്ളത്, ഞാൻ ഒരു വളരെ ചെറിയൊരു ലൈറ്റർ മൊമെൻ്റ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റർ സീൻ ഇതിലില്ല ഇന്ന് ഞാൻ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ അതും കൂടി പറയാം. അതെന്തായാലും നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. എല്ലാ ആക്ടേഴ്സിനും ഉള്ള പോലെ തന്നെ എല്ലാ ജോണേഴ്സിലും ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും അത് പറയാറുമുണ്ട്. സംഭവിക്കട്ടെ. അതെ, സംഭവിക്കട്ടെ. ഡയറക്ടറാണ്.
ഇപ്പോൾ ആദ്യ ചിത്രം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഇപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ നമ്മുടെ ഡയറക്റ്റഡ് ബൈ എന്നൊരു പേര് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പം അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു ചെറിയൊരു എഫേർട്ടല്ല, ആ ഒരു ജേർണി ചെറിയൊരു ജേർണി അല്ല. ഇന്നിപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ആ പ്രേക്ഷകരുടെ ഓരോ റെസ്പോൺസുകൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാം കേൾക്കുന്നു, കൂടെ ഉള്ളവരുടെ എന്താ പറയുക ആ ഒരു എന്താ പറയുക സപ്പോർട്ടും എല്ലാം ഈ മൊമെൻറ്റിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി ഞാനൊരു സംവിധായകനാവണം എന്ന് ഒരിക്കലും വിചാരിച്ച ആളല്ല. പക്ഷേ എനിക്ക് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. ഒരു സിനിമ ഒരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് എക്സിക്യൂഷൻ പ്രോസസ്സിലെത്തി. നമ്മളിന്നത് സിനിമ കാണുന്നു. അത് കണ്ട് എല്ലാവരും എനിക്കൊരു പുതിയ അനുഭവം തന്നെയാണ്. എങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ്, ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഇതെങ്ങനെയാണത് പറഞ്ഞ് അറിയിക്കാന്നറിയില്ല ശരിക്കും. ആക്ച്വലി ആ ഒരു ആ സ്പേസിൽ ആ പൊസിഷനിൽ നിന്നാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റഡാണ്. നമ്മളുടെ ഞാനൊരു 40ഓളം സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ശരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഒരു സിനിമ നമ്മൾ ലീഡ് ചെയ്യുന്നു, നമ്മുടെ തിയേറ്ററിൽ അത് ആളുകൾ കാണുന്നു. ഓക്കെ, സിനിമ കഴിയുമ്പോൾ ആളുകൾ കൈയടിക്കുന്നു, നമ്മളുടെ പേര് അവിടെ എഴുതി കാണിക്കുന്നു. ആ പേര് എഴുതി കാണിക്കുന്നു എനിക്ക് ഒരിക്കലും ഒരു കാലത്തും എൻ്റെ ടൈറ്റിൽ എഡിറ്റഡ് ബൈ കിരൺ ദാസ് എന്ന് കാണുമ്പോൾ എനിക്ക് ഒരു കാലത്തും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ആളല്ല ഞാൻ ശരിക്കും. പക്ഷേ ഡയറക്റ്റഡ് ബൈ കിരൺ ദാസ് എന്ന് കാണുമ്പോൾ ഒബിയസ്ലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എന്താണ് തോന്നിയത് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല ശരിക്കും. ഞാനെന്ത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ ശരിക്കും. ഷാഹി സാർ, ഈ നമ്മളൊരു കഥ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതുന്ന സമയത്ത് കുറച്ച് പേരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പമാണ്. കുറേ പേരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു പ്രോസസ്സല്ലേ. എന്ത് വിചാരിക്കും ആളുകൾ, ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുമോ, ഇങ്ങനെ ആയിരിക്കും തിങ്ക് ചെയ്യുന്ന, അവർക്ക് ഇത് ഡൈജസ്റ്റബിൾ ആവുമോ, ഇതിങ്ങനെ ഒരു പോസിബിലിറ്റി എത്രത്തോളം ലോജിക്കലുണ്ട്, റിയലിസ്റ്റിക് ആണോ, ഒരു വലിയൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണത്. അപ്പം എത്രത്തോളം ടഫാണ് ഓരോ കഥ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഇത് ഓഡിയൻസിന് എത്രത്തോളം കൺവേ ആവും എന്നുള്ള ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ടഫായിരുന്നു? ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഇനി എന്ത് നെഗറ്റീവോ പോസിറ്റീവോ റിവ്യൂസ് വന്നാലും ശരി, ഞാൻ എഴുതിയതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സ്ക്രിപ്റ്റ് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാം, കൃത്യം പോയിൻ്റ് അവർക്ക് ഇമോഷൻ വരും, അവിടെ വരും, ഇവിടെ വരും. നമുക്ക് ആൾക്കാർ ഇങ്ങനെ ഇമോഷണലി പടം കഴിയുമ്പോൾ അവർ ഇച്ചിരി ഹുക്കായിപ്പോവും. ഇങ്ങനൊരു മീറ്റർ കൃത്യമായി ഉണ്ടായിരുന്നു. എൻ്റെ 5 സിനിമകളിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇതെന്ന് പറയാൻ കാരണം ഈ സ്ക്രിപ്റ്റാണ് ഏറ്റവും എക്സ്പെരിമെൻ്റലായിട്ടുള്ളത്. ഇപ്പം നേരത്തെ ലിജോഡൊക്കെ ചോദിച്ചു, ഇതിൻ്റെ അകത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ ലിജോടെയാണ്. ഷെല്ലി ആരാണെന്ന് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ലിജോയാണ്. ഷെല്ലിയെ നിങ്ങൾ കാണുന്ന അവസാനം കാണുന്നത് ഷെല്ലി ആദ്യം അറിയാവുന്ന ലിജോ അല്ലെ സൗമ്യ എന്ന് പറയുന്ന ഭാര്യയ്ക്ക് മാത്രമാണ് ഇയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയാവുന്നത്. എന്നാൽ സിനിമയിൽ ഇത് വെളിയിൽ വരാനും പറ്റില്ല. ഇയാൾ കയ്യിൽ നിന്ന് പോകുന്ന സമയങ്ങളിൽ ഇയാൾ നൈസായിട്ട് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു ക്യാരക്ടറായിരുന്നു ലിജോയുടേത്. ഞാൻ പറഞ്ഞാൽ ഇത് കുറച്ച് എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി രീതി നിങ്ങൾക്ക് അല്ല നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി റിവ്യൂ ചെയ്തവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റല്ല. ഞങ്ങളുടെ തെറ്റല്ലെന്നല്ല, ഞങ്ങളുടെ തെറ്റ് തന്നെ ആവാം. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതി കാണാൻ പറ്റാത്തേ ആവാം. എക്സോർവൈ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ക്രിപ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ നിങ്ങൾ ചോദിച്ച അർത്ഥത്തിലാണെങ്കിൽ ഞാൻ എഴുതിയതിൽ ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. ഒരാൾ മാത്രമേ ചോദ്യം ചോദിക്കാൻ. അനിയത്തിപ്രാവ് എന്നൊരു മൂവിയിൽ ഒരു ചോക്ലേറ്റ് പയ്യനായി വന്ന് ഇപ്പോൾ ഉന്മാദം എന്ന് പറയുന്ന മൂവിയിലേക്ക് ഒരു പോലീസ് ഓഫീസറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. തിരിച്ച് ഒരു ചോക്ലേറ്റ് പയ്യനായി അനിയത്തിപ്രാവ് പോലെ ഒരു മൂവിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൽ എന്താ പറയുക, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഉള്ള യാത്ര നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വേദിയിൽ നിങ്ങളോട് എല്ലാവരോടും സംവേദിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, എൻ്റെ ചിന്തകൾ മാത്രമാണ് കറക്റ്റ്, അത് ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ നോക്കാതെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതൊക്കെ ഉൾക്കൊണ്ട് തെറ്റുകളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകളുണ്ടായിട്ടുണ്ട്.
അതിൽ നിന്നെല്ലാം ഒരു പരിധിവരെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ടുള്ള യാത്ര നടത്തുകയാണ്. പക്ഷേ എന്നാലും നമ്മൾ എക്സ്പീരിയൻസ് എടുക്കും. ഏതെങ്കിലും രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് നമുക്ക് ലഭിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഉന്മാദത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചോക്ലേറ്റ് എന്നുള്ളൊരു പേര് തന്നെ വേണ്ട എന്ന്, അല്ലെങ്കിൽ അപ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാലത്തിനനുസരിച്ചുള്ള, പ്രായത്തിനനുസരിച്ചുള്ള സ്വഭാവത്തിനും, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ഇപ്പോഴെങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റൊമാൻസും ഫണ്ണും പരിപാടികളും എല്ലാം എന്തായാലും നമ്മൾ പിടിക്കും. അത് ആരാണെങ്കിലും, ഏതൊരു അഭിനേതാവാണെങ്കിലും അതിനെ ശ്രമിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സോക്കോൾ ഇത്ര ഇൻറ്റൻസ് അല്ലാത്ത, ചിലപ്പോൾ കുറച്ചും കൂടെ കാഷ്വലായിട്ട് കണ്ട് ജസ്റ്റ് ഒരു സിനിമ കണ്ടു പോവുക, ഒരു സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ള രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളും ഇനിയും ഉണ്ടാവും. അതിൽ അങ്ങനെ സംശയം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ പഴയ അനിയത്തിപ്രാവ്, പഴയ ചോക്ലേറ്റ്, പഴയ ചാക്കോച്ചൻ അത് എന്തായാലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാക്കോച്ച, ഇപ്പം നമ്മൾ കാണുന്ന സിനിമകൾ കൂടുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബചിത്രങ്ങൾ എന്ന് പറയാനായിട്ട് വളരെ കുറവാണ്. അല്ലെ, എല്ലാ പ്രേക്ഷകനും ഒരേപോലെ ഡൈജസ്റ്റ് ആകുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്നാലും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന, കൂടുതൽ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സിനിമകൾ കൂടുതൽ ഇറങ്ങുന്നുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്, മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നതും. അപ്പം ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ പ്രേക്ഷകനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ ഇപ്പോൾ കുറയുന്നുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ നല്ല അനീതിപ്രാവ് ഒക്കെ കാണുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് അങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് എല്ലാ പ്രേക്ഷകനും ഒരേപോലെ എൻജോയ് ചെയ്ത് ഇന്നും ഒരു സീൻ കാണുമ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന ഡയലോഗാന്നുള്ള നമുക്കൊരു പ്രേക്ഷകന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇത് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് എപ്പോഴും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പോസ്റ്റ് 2020s അല്ലെങ്കിൽ അഞ്ചാം പാതിരയ്ക്ക് ശേഷമുള്ള സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ചും കഥാപാത്രങ്ങളും അത് സ്വീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വിചാരിച്ചത് അതിനേക്കാളും ചിലപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ആ മാറ്റം സംഭവിച്ചുകൊണ്ടാണ്. ആ മാറ്റം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചോദിക്കാൻ പോകുന്നത് തന്നെയാണ്, ഈ പഴയ ചോക്ലേറ്റുമായിട്ട് ഇരുന്നാൽ മതിയോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ചോദ്യം മാറ്റി ചോദിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ 1% ഞാൻ എൻ്റെ ആ യാത്രയിൽ ഞാൻ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ ചോദ്യം. അത് എൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചെറിയൊരു വിജയമായിട്ട്, ഒരു സന്തോഷമായിട്ട് കരുതുന്നു. താങ്ക് യു ഫോർ ദാറ്റ് അഗെയിൻ. താങ്ക് യു. അവരും മനഃപൂർവ്വം ഇറക്കുന്നത് ഇതൊക്കെ അങ്ങനെയല്ല. അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ. അല്ലാതെ അതിൽ പറയുന്ന പോലെ സ്പൈഡർമാൻ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഹാപ്പനിങ് കോയിൻസിഡൻ്റലി. പുള്ളി പോലും ഒന്നും പറയുന്നില്ല, അപ്പോൾ ഞാനെന്ത് പറയാനാണ്? അദ്ദേഹം പറയട്ടെ ആദ്യമായിട്ട് ഒഫീഷ്യലി. അറിയില്ല എനിക്കറിയില്ല. അത് പടം തുടങ്ങുമ്പോൾ ഒരു നോർമൽ രീതിക്ക് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ഒരുപാട് മാനസിക തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ വരെ ഒരുപാട് റെഫറൻസ് വേണ്ട ക്യാരക്ടറായിട്ട് അത് നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലോട്ട്, ഈ ഷെല്ലി എന്നുള്ള ക്യാരക്ടറിലോട്ട് മാറുമ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള റെഫറൻസോ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തിരുന്നോ? എങ്ങനെയായിരുന്നു ഒരു ചില റെഫറൻസുകളുണ്ടായിരുന്നു. അത് ഷാഹി അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അറിയാവുന്ന പേഴ്സണലായിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്സും എടുത്തിട്ടുണ്ട്. അതാരാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ സ്വഭാവം മാറും. അവരെനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട്. പക്ഷേ പിന്നെ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ എങ്ങനെയൊക്കെ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കാറുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെയും ആ കഥാപാത്രമായിട്ട് വരുമ്പോൾ, ആ സെറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും പ്രൊഡ്യൂസറല്ല, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇവരുടെ എല്ലാവരുടെ ഇൻപുട്ടും കാര്യങ്ങളും
പ്രൊഡ്യൂസറിന് അടുത്തിരിക്കുന്നതുകൊണ്ട് അറിയാതെ വന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ എടുക്കുന്ന റെഫറൻസുകളും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുമുണ്ട്, ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ശരിയാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ടാണ് അതിൽ ഷെല്ലിയും, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഷെല്ലിയുടെ മനോവ്യാപാരങ്ങളും. ഡയറക്ടറാണ്. ഇപ്പോൾ പടം അവസാനിക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ത്രെഡ് കിടക്കുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ല, അങ്ങനെ ഒരു ത്രെഡില്ല. നമ്മൾ കാണുന്ന ഒരുവിധം കണ്ടിറങ്ങി എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു വീണ്ടും ഒരു പെട്ടി കാണിക്കുന്നു, അതിലോട്ടൊരു ഫോക്കസ് പോകുന്നു. ആ പെട്ടിക്കകത്ത് എന്താണ് ആ സമയത്ത് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. കുറച്ച് വെള്ള പേപ്പറാണ്. അപ്പൊ സെക്കൻഡ് പാർട്ട് ഇല്ല. ഇല്ല, ഉന്മാദം ഇതോടെ അവസാനിച്ചു. സൂപ്പർസ്റ്റിഷൻ ആണെന്ന്, എന്നാലും ഒറ്റ മൈനേനെ കാണുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ മോശമാവുമോ ദിവസം, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, അല്ല രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പറയാം, ഒറ്റമൈന അതിലുള്ള വിശ്വാസം, സൂപ്പർസ്റ്റിഷ്യൻസ് കാര്യം, ഒറ്റമൈനല്ല പിന്നെ അതായത് അങ്ങനെ അതുപോലെ അത് എക്സാമ്പിൾ. അത് തന്നെ ഒറ്റമൈന പോലെയുള്ള കാര്യം, അങ്ങനത്തെ സൂപ്പർസ്റ്റിഷ്യൻസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ നമ്മൾ ചില ഇത് കാണുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വിശ്വാസം കുറവാണ്. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഇടിയേം വെച്ച് തരും. പടം ഒന്നും കൂടെ കാണേണ്ടി വരും കുട്ടിക്ക്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിനൊക്കെ പറഞ്ഞു, ചിലപ്പോൾ 1-2 പ്രാവശ്യം കണ്ടാൽ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് മനസ്സിലാകുക ചിലർക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഗണത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് താങ്കൾ. ഒന്നുകൂടെ കാണും, എന്നിട്ട് നമുക്ക് 2 ചോദ്യങ്ങളും സെയിം ആയിരുന്നു. ഒരാൾ ചിന്തിച്ചത് പെട്ടിക്കകത്ത് വെള്ള പേപ്പർ ഇരുന്നിട്ട് 2ാം ഭാഗം ഉണ്ടോന്നും, മറ്റൊരാൾ അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ, പഞ്ചമി നാളില് ഇത് അത് പറയുന്ന ക്യാരക്ടർ ആരാണെന്നുള്ള നോക്കുക. ആസ്ട്രോളജർ. പക്ഷെ അത് ശരിയായല്ലോ. സിനിമ കാണും. അജ്മലെ ആ കുട്ടിയെ കൊണ്ട് പടം കാണും കേട്ടോ. അജ്മലെ കണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ട് തിരിച്ചെങ്കിലും ചോദിക്കുന്നത്. ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥി. പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് 2 രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അത് ഷെല്ലിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഷെല്ലി ഇതാണെന്നുള്ളതും ചിന്തിക്കാൻ പറ്റും. അപ്പം ശരിക്കും അത് പ്രേക്ഷകന് കൊടുക്കുക ഒരു എന്താ പറയുക, ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കാല്ല. ഓഡിയൻസ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയാലും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു ചോദ്യം ആ സിനിമ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സ് അല്ലല്ലോ. ശരിക്കും അത് ആ ഒരു തോട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ക്ലീനായിട്ട് ഇത് അങ്ങനെ അല്ലാന്ന് പറയാം, അങ്ങനെ ആണെന്നും പറയാം, വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകൻ തിരിച്ച് ബാക്കിലോട്ട് പോയി ഒന്ന് ചിന്തിച്ചാൽ ഞങ്ങൾ പറയാനുള്ള ഉദ്ദേശം എല്ലാം കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് റീവാച്ച് കുറച്ച് ആവശ്യമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ടാണ് ഫുൾ ഓണായിട്ട് കാണുന്നത്. ഒരു കറക്റ്റായിട്ട് എൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിലെ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആ കഥാപാത്രം അവതരിപ്പിച്ച ഷെല്ലി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഈ പടം കാണാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് എന്നിലെ പ്രേക്ഷകനെ 100% തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ തന്നതിന് ഹോൾ ടീമിനോട് എൻ്റെ ചാക്കോച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ടു ഉന്മാദൻ ടീം ഫ്രം ചാക്കോച്ചൻ, നോട്ട് ഫ്രം ഷെല്ലി. താങ്ക് യു ഫോർ ദാറ്റ്. ഇത് ആക്ച്വലി ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്, അല്ലാതെ ഇതൊരു കുറ്റാന്വേഷണ സിനിമയല്ല. ഇറ്റ്സ് എ ക്യാരക്ടറാണ്. റൈറ്ററുടെ ട്രാൻസ്ഫോർമേഷൻ തോട്ട് പ്രോസസ്സുകളൊക്കെയാണ് ഈ സിനിമയെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു കുറ്റാന്വേഷണ സിനിമയാണെങ്കിൽ വേറൊരു ഓഫീസറിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ജോസഫ് കണക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ. വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഏരിയ വിട്ടത് തന്നെ ഇതൊരു ക്യാരക്ടർ, അയാളുടെ തോട്ട് പ്രോസസ്സുകൾ അങ്ങനെയൊക്കെയാണ്. എപ്പോഴും ഷെല്ലി എന്താ പറയാ ഇതാക്കിയിട്ടുണ്ടോ? ഷെല്ലി എന്താ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ
ഷെല്ലി എന്ന കഥാപാത്രം, അതായത് ഇപ്പം എനിക്ക് താങ്കൾ ഒരു- എനിക്ക് ഒരു തോന്നുന്നു പോലീസിൽ തിരിച്ച് നിന്ന് ഷെല്ലിയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞപ്പോൾ തോന്നിപ്പോയി, അതായത് പോലീസിൽ നിന്ന് ഇതേപോലെ ഒരു ആ പ്രോസസ്സ് ഉണ്ടോ? ജേർണി ചെറിയൊരു ജേർണി അല്ലല്ലോ. ഇവർ പറയുന്ന കേട്ട വിചാരിച്ചു ഞാൻ എൻ്റെ ബയോപിക് എടുത്താണ്. കൊള്ളായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് ഇവരുടെ കൂടെ അഭിനയിച്ചിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എല്ലാവരും പടം പോയി കാണുക, കാണാത്തവരും ഇവിടെ കുറച്ച് പേരുണ്ട്, അവരും കൂടി കാണുക. നീ എനിക്ക് ഒന്ന് കാണണമെന്നുണ്ട്. അല്ല, ഒന്ന് കണ്ടാ മതി. ആ, വിജയങ്കൾ അവരൊന്ന് കാണണമെന്നുണ്ട്. ആങ്കിളിൽ നിന്ന് ഒരു മാജിക്ക് പഠിപ്പിച്ചു, പക്ഷെ അതെനിക്കറിയൂല. എന്തിനാണെന്നറിയാം, ചേട്ടനാണ് അറിയാം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ പോയി കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെ ഈ സെറ്റ് ഒരു എൻജോയ്മെൻറ്റ് സെറ്റായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെറ്റായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ചാക്കോച്ചനെയും ലിജു ചേച്ചിയും കിരൺദാസ് അങ്കിളിനെയും പിന്നെ ഷയങ്കളിനെയും അവരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റൊക്കെ തന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരും പടം പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. കഥ കേട്ടപ്പോൾ ഇതിൽ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് പോയപ്പോൾ കുറേ മാറി എന്നെ കൊണ്ട് കരയിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് കരഞ്ഞു. നല്ലൊരു തിരക്കഥാകൃത്തും നല്ലൊരു എഡിറ്ററും ഡയറക്ടറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിലെ കുറേ മൊമെൻറ്റ്സ് അത് ഇത് ഫൈനലി അതെങ്ങനെ വരുന്നു, ഇത് എങ്ങനെയാണിത് കഥയിൽ ബ്ലെൻഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇമോഷൻസ് പലതും പല സമയങ്ങളിൽ പല ലൊക്കേഷനുകളായിരിക്കും ചിലപ്പോൾ എടുക്കുക. പക്ഷെ അതൊക്കെ കണക്ട് ചെയ്ത് വളരെ നാച്ചുറലായിട്ട് അത് ഒരേ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ്റെ ഒരു ഹൈ ഇങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ടെക്നിക്കൽ ടീമിൻ്റെ ഒരു എഫേർട്ട്, ഒരു ക്രിയേറ്റീവ് എഫേർട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ടറാണെങ്കിലും എഡിറ്ററാണെങ്കിലും DOP, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ തന്നെ മ്യൂസിക്, ഇതെല്ലാം അതിനെ ഒരു പടി കൂടെ അല്ലെങ്കിൽ പല പടികൾ മേളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് കാണുമ്പോൾ ഉന്മാദത്തിലൂടെയുള്ള ഷെല്ലിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനപ്പുറം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലല്ലാതെ ഇത് ഞാൻ ചെയ്തത് ശരിയാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇത് കൂടുതൽ നന്നാക്കാമോ എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടിരുന്ന് ആ സിനിമ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ലഭിച്ചൊരു സിനിമയും കൂടെയാണ് ഉന്മാദം. അപ്പം ഇതിൽ ഇമോഷൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും വേറെ ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻസിനെ പറ്റി പോലും ആൾക്കാർ പറയുമ്പോൾ അത് ആ സമയത്ത് ഉണ്ടായതാണ്. നമ്മൾ ഓൺ ദി സ്പോട്ടായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങളുടെ യാത്രകളിലും അല്ലെങ്കിൽ ഇമോഷൻസിലും എല്ലാം. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ടീമിൻ്റെ ക്രിയേറ്റീവ് ഇൻപുട്ടുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്.
അത് ഒരു വളരെ രസകരമായിട്ട് വന്നിട്ടുള്ള വളരെ നല്ല നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഉന്മാദം എനിക്ക് തോന്നിയത്. ഉറപ്പായിട്ടും നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, എല്ലാ സിനിമകളും ചെയ്തു വയ്ക്കുമ്പോൾ അവാർഡിൻ്റെ വകുപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് ഇപ്പം ശരിക്കും നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ടാലൻറ്റുകളുടെ ഒരു കൂട്ടപ്പരിച്ചിലാണ്. അപ്പോൾ അത് ശരിക്കും എല്ലാവരെയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരിലെ തന്നെയുള്ള അഭിനയത്തിൻ്റെ കാര്യങ്ങളെ വേറെ രീതിയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട്, എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഡ്രൈവ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലാണ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിൽ പെടാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അവാർഡുകൾ എന്ന് പറയുന്നത് അത് ഒരു പ്രോത്സാഹനമാണ് ശരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇല്ല, എനിക്ക് മറ്റേ സംസ്ഥാന അവാർഡ് വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ള അവാർഡുകൾ വേണ്ട, ജനങ്ങളുടെ അവാർഡുകൾ മതി എന്ന് പറയുന്നതിനപ്പുറം ഒരു എന്താ പറയുക, ഒരു ആക്ടിങ് വേറെ ഇല്ലെന്ന് തോന്നുന്നു. പനോരമ സ്റ്റുഡിയോസിനാണ് സാർ. ഹായ് പ്രൊഡ്യൂസേഴ്സിനും സാർ. മലയാളത്തിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ സാർ ഹായ് മലയാളത്തിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വെഞ്ചറാണല്ലോ ഉന്മാദം എന്ന് പറയുന്നത്. എത്രത്തോളം ക്ലോസ് ആണത്? ക്ലോസ്ഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈം ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനു മുമ്പ് കോ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രമാണല്ലോ ഇത്. എത്രത്തോളം ക്ലോസ് ആണത്? ക്ലോസ് മീൻസ് എത്രത്തോളം ഫേവറേറ്റ് ആണ്? അതെ, ക്ലോസ് ടു ബി. അത് ഭയങ്കര ഫസ്റ്റ് സിനിമയാണ്. ഷായിനെ കണ്ടപ്പോൾ നമ്മൾ കഥയൊക്കെ ഷായി പറഞ്ഞപ്പോൾ യുനോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിനിമ ഷായിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു നമുക്കൊക്കെ. ഷായെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചനെ കണ്ടു, സിനിമ ചെയ്തു. സിനിമ ഇപ്പോൾ ഹിറ്റാണ്. സോ നമുക്ക് വേണ്ടി ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പും ആയിരുന്നു കമ്പനിക്ക് വേണ്ടിയും. ഇനി ചെയ്യുന്നതും കുറേ മലയാളം സിനിമകൾ സ്വന്തം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചാക്കോച്ചൻ്റെ കൂടെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്, ഷായിയുടെ കൂടെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. കിരൺ ഇപ്പോൾ ആന്ന് പറഞ്ഞിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ സിനിമകൾ നമ്മൾ കുറേ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം ടിക്കറ്റൊക്കെയാണ്. എന്താണ് എൻ്റെ ഒരു അപ്ഡേഷൻ? ഞങ്ങൾക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുവാണ് അതിൻ്റെ. അതൊരു വലിയൊരു വെടിക്കെട്ടായിരിക്കും മലയാള സിനിമ എന്നൊരു ഇതുണ്ട്. ശരിക്കും ആയിരിക്കും ഇത് വരട്ടെ. ഒക്ടോബറിലല്ലേ, ഒക്ടോബർ നവംബറിലാവുമ്പോൾ പറയാൻ ഡേറ്റ് പറയാം. അപ്പം ചാക്കോച്ചൻ്റെ ഇതേപോലെ ഒരു മാസ് പടം ഞങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാവോ? ഒരു പക്ക ഒരു ഗാങ്സ്റ്റർ ലെവലിലുള്ള സാധനം. ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസേഴ്സും തിരക്കഥാകൃത്തുക്കളും ഡയറക്ടേഴ്സും ഉണ്ടെങ്കിൽ ദയവായി അങ്ങനത്തെ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും കഥാപാത്രങ്ങളും സിനിമകളുമായിട്ട് വരിക. ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ അഭിനേതാക്കൾക്കും ആ ഒരു ആഗ്രഹവും ആവേശവും ആവശ്യവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഈ പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സംഭവിച്ചിരിക്കും. തീർച്ചയായും സാധിക്കട്ടെ. ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. രണ്ടുപേരും രണ്ട് ഷോട്ടിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അവള് അവളുടെ ക്യാരക്ടർ എനിക്ക് കൂടുതൽ പറയാമോ? അപ്പോൾ അവളുടെ ക്യാരക്ടർ വരുന്ന ആ സീനിലും ഞാൻ തന്നെയാണ് പറ്റിച്ചഭിനയിച്ചത് എല്ലാവരെയും. അതുകൊണ്ട് അങ്ങനെ അവളുടെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാല് പിടിച്ച് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ചെയ്തിട്ട് പോയത് അത്രേ ഉള്ളൂ. അത് ചുമ്മാ പുറകിലിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്താലും തിരിഞ്ഞു നോക്കില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ക്യാമറയിലോട്ട് പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അതിനങ്ങനെ അഭിനയിച്ചതൊന്നും പറയാൻ പറ്റില്ല, ചുമ്മാ ഇരുന്നു അത്രേ ഉള്ളൂ. ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ അടിപൊളി അഭിനയമാണല്ലോ. ഞാൻ പറഞ്ഞേക്കാവപ്പത്. എടാ പറഞ്ഞു കൊടു. കോമ്പറ്റീഷൻ തന്നെക്കാളും അപ്പുറം നമ്മൾ അവരിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരോടൊപ്പം എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന മെയിൻ പില്ലറുകൾ എന്ന് പറയുന്ന
ആൾക്കാർ, മമ്മൂക്ക, ലാലേട്ടൻ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളതാണ്. അതേപോലെ അതിന് ശേഷം വന്നവരാണെങ്കിലും ഇപ്പോൾ കൂടെയുള്ളവരാണെങ്കിലും എനിക്ക് ശേഷം വന്നവരാണെങ്കിലും എല്ലാവരും ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഫുൾ ഓണായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് നല്ല അധ്വാനം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സ്പേസ് എല്ലായിടത്തും ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സിനിമയിലേക്ക് വരുന്നവർ സിനിമ അഭിനയം മാത്രം ആഗ്രഹിച്ച് വരുന്നവരല്ല ഉള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ആക്ടേഴ്സിൽ ഒരു വലിയൊരു വിഭാഗം വേറെ കുറേ കരിക്കുലം അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ പല പല അക്കാഡമിക്സൊക്കെ പൂർത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പാഷൻ്റെ പുറത്ത് സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വിജയിക്കുന്നുമുണ്ട്, ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പാഷൻ്റെ പുറകെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് ആ പേഷ്യൻസും ആ ഒരു ഫയറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ പേ ഡിവിഡൻസ്. അപ്പോൾ ജെൻസി ടു കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ അതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ചാക്കോച്ച എന്തായാലും സിനിമ ഇന്ന് ഇറങ്ങി വലിയ വലിയ വിജയങ്ങളായിട്ട് എല്ലാ തിയേറ്ററിലും ഭയങ്കര റെസ്പോൺസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് 100 ദിവസം ഓടി ഇതിൻ്റെ വിജയാഘോഷത്തിൽ ഞങ്ങളും പങ്കെടുക്കാൻ പറ്റട്ടെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ചാക്കോച്ചനെ കാണാൻ പറ്റുന്നത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് ഇനി കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹവും ഒരു സപ്പോർട്ടും തന്നതിനായിരുന്നതിൻ്റെ നന്ദിയും ഞങ്ങൾ സന്തോഷവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ നല്ല സിനിമകൾ, അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് ഇരികയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരോടാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ്. അവർ ഏതൊക്കെ രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ള ഓപ്ഷൻസ് എല്ലാ രീതിയിലും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ സിനിമയിൽ പഴക്കം ചെന്നവരെന്നോ തറക്കം ചെന്നവരെന്നോ പുതിയ ആൾക്കാരെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ള രീതിയിലും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യാത്രയിൽ ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയതിൽ ഒരുപാട് സന്തോഷം. പുതിയ സിനിമകളും പുതിയ കഥാപാത്രങ്ങളും പുതിയ രീതികളുമായിട്ട് വീണ്ടും മലയാള സിനിമ ശോഭിച്ച് നിൽക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഉന്മാദത്തിനെ എല്ലാ രീതിയിലും സ്വീകരിച്ചതിന് ഉന്മാദം ടീമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും താങ്ക് യു വെരി മച്ച്. സന്തോഷം, സമാധാനം. താങ്ക് യു. हिंदी में बात करेगा या ओके? आई थिंक फॉर पैनोरमा स्टूडियोज़ लाइक राजेश जी वाज सेइंग ये बहुत ही इम्पोर्टेंट फिल्म है हमारे लिए एंड बहुत अच्छी टीम थी हमारे साथ. शाही कबीर, किरण दास, चाकोचन, लीजो मोल, सब ने बहुत एफर्ट डाला है और बहुत ही everyone's put in their best and I think we've made a good film and we just hope the audience gives all the love to the film. And thank you and please spread the good word around. ഹായ്, നമസ്കാരം ചാക്കോച്ച. എൻ്റെ സെക്കൻഡ് മൂവി ടേക്ക് ഓഫ്, അതിലാണ് നമ്മൾ കണ്ടത്. അഗെയിൻ എനിക്ക് പറയാനുള്ളത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഉന്മാദം, അത് തന്നെയായിരുന്നു സിനിമ. ആസ് ആൻ ഓഡിയൻ എനിക്ക് പറയാനുള്ളത് ഇതൊരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയ സന്തോഷം. ആ ഉന്മാദം നമുക്ക് അത്ര ഡെല്യൂഷൻ സ്ക്രീനിൽ എനിക്ക് ചാക്കോച്ചനെ കാണാൻ പറ്റിയപ്പോൾ അത് വലിയൊരു ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അത്രയും ഉന്മാദം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു ക്യാരക്ടറിൽ ഇത്രയും ഇൻപുട്ട് എടുത്ത് ഇൻറ്റൻസായിട്ട് ചാക്കോച്ചൻ ചെയ്തു. അതെനിക്ക് ഇത്രയും വർഷങ്ങൾക്കപ്പുറം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ, കേരളത്തിലെ വേഴ്സ്റ്റൈലായിട്ടുള്ളൊരു എഡിറ്ററുടെ ഫസ്റ്റ് മൂവി. അപ്പോൾ അതും വലിയൊരു പ്രതീക്ഷയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. താങ്ക് യു സോ മച്ച്. ഓക്കെ. സിനിമയിൽ 30 വർഷമാകാൻ പോകുന്നു അടുത്ത വർഷം അനിയത്തിപ്രാവ് ഇറങ്ങിയിട്ട്. അപ്പം ആ സ്പ്ലെൻഡർ ഇപ്പോൾ കയ്യിലുണ്ട്, നമുക്കൊരു റൗണ്ട് അടിക്കാം ആ സമയത്ത്. അറിയില്ല അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. റൊമാൻസിൻ്റെ വേറെ രീതിയിലുള്ള, ഞാൻ പറഞ്ഞില്ല, പ്രായത്തിനനുസരിച്ചുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള എന്തും ഇവിടെ സ്വീകരിക്കുന്നതാണ്. മുമ്പേ പറഞ്ഞല്ലോ, അങ്ങനൊരു സ്ക്രിപ്റ്റ് വന്ന് അത് കൺവിൻസിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതും ട്രൈ ചെയ്ത് നോക്കും. വൈ നോട്ട്?
അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മീഡിയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു കാര്യം ഒന്ന് ഇൻഫോം ചെയ്യണം. നമ്മുടെ ഫോറം മോളിൽ ഇപ്പോൾ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് 6:30 മണിയാകുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാവരും വരണേ. ഫോറം മോൾ അവിടെ തിയേറ്റർ വിസിറ്റ്. ഓക്കെ, ഷോ കഴിയുന്ന സമയമാണേ 6:30. താങ്ക് യു.